ഓക്കെ ഗൈസ്, 7D എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഒമേഗ സി എൻ ബൈ പൈ എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണെങ്കിൽ കമ്പ്യൂട്ട് ദ എനർജി ഓഫ് ദ സീക്വൻസ് യൂസിങ് പാർസീവൽസ് തിയറം. പാർസീവൽസ് തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് DTFTയുടെ ഇത് കാണണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വാല്യൂസൊക്കെ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് DTFT എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. e raised to j omega 0 n എന്ന് പറഞ്ഞാൽ 2 delta omega minus omega 0 cos omega 0 n sin omega 0 n u of n u of minus n minus 1 okay, a raised to n u of n minus a raised to n u of minus n minus 1 okay, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ ഒമേഗ സി എൻ ബൈ പൈ എൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് അതും തന്നിട്ടുണ്ട്. സൈൻ ഡബ്ല്യു എൻ ബൈ പൈ എൻ. ഓക്കെ, ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0. ഓക്കെ, സോ ഇവിടെ നിന്നും നമുക്ക് എക്സ് ഓഫ് എൻ ഇതാണെങ്കിൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ സി എൻ ബൈ പൈ എൻ ആണെങ്കിൽ ഇതിൻ്റെ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ദാറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. ഓക്കെ, കുറേ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസിനകത്ത് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് 1 for omega in between omega c and minus omega c and 0 for omega greater than omega c. ഓക്കെ, അതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, എന്നാൽ മാത്രമേ എനർജി, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈസ് ഈക്വൽ ടു 1/2π പാർസീവൽസ് തിയറം വെച്ചിട്ട് മൈനസ് ഒമേഗ സി ടു പ്ലസ് ഒമേഗ സി എന്താണ് മോഡ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഡി ഒമേഗ. ഇതായിരുന്നു ഇന്നലെ. ഒമേഗ സി ടു മൈനസ് ഒമേഗ സി അല്ലായിരുന്നു, റേഞ്ച് -π to π ആയിരുന്നു, -∞ to ∞ ആയിരുന്നു. ഇവിടെ നമുക്ക് മൈനസ് ഒമേഗ സി ടു ഒമേഗ സിയെ വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. 1/2π ഇൻറ്റഗ്രൽ മൈനസ് ഒമേഗ സി ടു ഒമേഗ സി എന്താണ് 1 സ്ക്വയർ ഡി ഒമേഗ. ദാറ്റ് ഈസ് 1/2π ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ, അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് between minus omega c to omega c. That is equal to 1/2π into 2 omega c, which is equal to omega c by 2. Okay, so ഇതാണ് എനർജി ഓഫ് ദ ഗിവൺ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇത് വരാനുള്ള കാരണം യൂസിങ് പാർസീവൽസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ടാണ്. ആൻഡ് ഇഫ് യു നോ ദ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ you will get 2 marks. Okay, eighth question is, a system is described by a difference equation y of n is equal to x of n minus x of n minus 1 minus 1/4 y of n minus 1 plus 1/8 y of n minus 2. Determine the impulse response using Fourier transform and also find the step response. Okay, so y of e raised to given y of n is equal to x of n minus x of n minus 1 minus 1/4 y of n minus 1 plus 1/8 y of n minus 2. Okay, y of e raised to j omega is equal to, taking Fourier transform നമുക്ക് കിട്ടും
y of e raised to j omega is equal to x of e raised to j omega minus e raised to minus j omega into x of e raised to minus e raised to j omega minus 1 by 4 e raised to minus j omega y of e raised to j omega plus 1 by 8 e raised to minus 2j omega into y of e raised to j omega. ഓക്കെ, എന്താ ചെയ്ത് എക്സ് ഓഫ് എന്നിൻ്റെത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, നമ്മൾ എക്സ് ഓഫ് എസ് എന്ന് എഴുതുന്ന പോലെ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ ഒമേഗയാണ്. സോ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇവിടെ വരുമ്പോൾ -1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, നമ്മൾ ഇസഡ് റേസ് ടു -1 ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതുന്ന പോലെ. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് 1/4 ഇവിടെ ഉണ്ട്, മൈനസ് ഉള്ളതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ, -2 ആയതുകൊണ്ട് ഇ റേസ് ടു -2 ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ. വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗേനെ എല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് കിട്ടും 1 minus 1/4 e raised to minus j omega, okay, 1 plus, and minus 1/8 e raised to minus 2j omega is equal to x of e raised to j omega into 1 minus e raised to minus j omega. Okay, and y of e raised to j omega by x of e raised to j omega is equal to 1 minus e raised to minus j omega by 1 plus 1/4 e raised to minus j omega minus 1/8 e raised to minus 2j omega. That is equal to 1 by e raised to minus j omega by 1 plus 1/2 e raised to minus j omega into 1 minus 1/4 e raised to minus j omega. Okay, factorize ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ 1 plus 1/2 e raised to minus j omega plus b by 1 minus e raised to 1/4 e raised to minus j omega. ഓക്കെ, ഇനി എയും ബിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഈസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗേനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു 1 plus 1/2 e raised to minus j omega into h of e raised to j omega 4 എന്താണ് e raised to minus j omega is equal to 2 sorry. ഓക്കെ, e raised to minus j omega -2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ ഹോൾ ഫംഗ്ഷൻ 0 ആയിപ്പോവും. ഓക്കെ അല്ലേ? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയ്ക്ക് ഈ വാല്യൂ കൊടുത്താൽ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോവും, 1 minus 1 0 എന്നായിപ്പോവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1 minus e raised to minus j omega by 1 minus 1/4 e raised to j omega, okay, minus j omega 4 e raised to minus j omega is equal to -2. okay, ചെയ്യുമ്പം 1 plus 2 divided by 1 minus 1/4 into -2, 2ഉം 4ഉം ക്യാൻസൽ ആവും. okay, that is equal to 2. okay, now next b is equal to എന്താണ് 1 minus 1/4 e raised to minus j omega into h of e raised to j omega 4 e raised to minus j omega is equal to 4. okay, അപ്പം
ഇതിന് 4 കൊടുക്കുകയാണെങ്കിൽ 4ഉം 4ഉം കൂടെ ക്യാൻസൽ ആകും. സോ 1 മൈനസ് 1 0 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ 2 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. 4 e raised to minus j omega is equal to 4. Okay, that is 1 minus 4 divided by 1 minus 1 by 2 into 4. That is equal to minus 3. Okay, sorry, minus 1 minus 4 minus 3 divided by 1 minus 2 minus 1, so plus 3. Okay, therefore h of e raised to j omega is equal to എന്താണ് 2 by 1 plus 1 by 2 e raised to minus j omega plus 3 by 1 minus 1 by 4 e raised to minus j omega. Okay, taking inverse Fourier transform, you can get h of n. Okay, impulse response ആയിട്ടുള്ള h of n കിട്ടണമെങ്കിൽ inverse Fourier transform എടുക്കുക. inverse Fourier transform എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2 into minus 1 by 2 raised to n u of n plus 3 into 1 by 4 raised to n u of n. Okay, so ഇതാണ് h of n കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റെപ്പ് റെസ്പോൺസ് കാണാനാണ്. ഓക്കെ, ടു ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് is equal to h of e raised to j omega into u of n. ഓക്കെ, അല്ലെങ്കിൽ h of n ഇൻ കൺവല്യൂഷൻ u of n ആയിരുന്നു. ഓക്കെ, u of e raised to j omega എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, സോ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് u of n എന്ന് പറയുന്നത് പൈ ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയാണ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ്. സോ എസ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താണ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ 1 plus 1 by 2 e raised to minus j omega into 1 plus 1 minus 1 by 4 e raised to minus j omega minus, okay, into pi delta omega plus 1 by 1 minus e raised to minus j omega ആണ്. Okay, so taking the inverse Fourier transform of this, okay, you can find the answer. Okay, inverse DTFT കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ടേം വരുമ്പോൾ മീ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗയും ക്യാൻസലായിപ്പോവും. ഒരു ടേം എന്ന് പറഞ്ഞാൽ പൈ ഡെൽറ്റ ഓഫ് ഒമേഗ വരും. സോ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്നതായിരിക്കും സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എഴുതുക. ഓക്കെ, നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു LTI സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൻ്റെ കോസാലിറ്റിയും സ്റ്റെബിലിറ്റിയും കണ്ടീഷൻ എന്താണ്? സിസ്റ്റം കോസൽ ആണെങ്കിലും സ്റ്റേബിൾ ആണെങ്കിലും എന്തായിരിക്കും സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ? ഇതാണ് തന്നിരിക്കുന്നത്. സോ ഇസഡ് ട്രാൻസ്ഫോമിലാണ് തന്നിരിക്കുന്നത്. H of Z is equal to 3 minus 4Z inverse by 1 minus 3.5Z inverse plus 1.5Z raised to minus 2. ഓക്കെ, നമുക്ക് എന്താണ് മേളിലും താഴെയും ഇസഡ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H of Z is equal to Z into 3Z minus 4 divided by Z minus 3 into Z minus 0.5. Okay. H of Z by Z is equal to A by Z minus 3 plus B by Z minus 0.5 എന്ന് കിട്ടും. ഓക്കെ, നൗ A is equal to എന്താണ്? H of Z by Z into Z minus 3 for Z is equal to 3, which is equal to 3Z minus 4 by Z minus 0.5. That is equal to, at Z is equal to 3, 5 by 2.5, that is equal to 2. Okay, B is equal to H of Z by Z into in denominator Z minus 0.5 for Z is equal to 0.5, that is equal to 3 into Z minus 4 by Z minus 3 for Z is equal to 0.5, that is equal to 1.5 minus 4 divided by 0.5 minus 3, that is 2.5 divided by 2.5 minus 2.5, which is equal to 1. Okay, A and B and കിട്ടി. Now H of Z is equal to 2Z by Z minus 3. Z minus 3 plus Z by Z minus 0.5. H of Z by Z ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇസഡിനെ ഞാൻ തിരിച്ച് മേളിൽ ന്യൂമറേറ്ററിൽ കൊണ്ടു. ഓക്കെ, ഫ്രം ഹിയർ വി ക്യാൻ സേ പോൾസ് ആർ അറ്റ് എവിടെയൊക്കെയാണ്? Z minus 3 is equal to 0 എന്ന് കഴിയുമ്പോൾ Z is equal to 3 എന്ന് കിട്ടും. Z minus 0.5 is equal to 0 എന്ന് കൊടുക്കുമ്പോൾ Z is equal to 0.5 എന്ന് കിട്ടും. ഓക്കെ, സോ പോൾ 0 പ്ലോട്ട് വരയ്ക്കുവാണെങ്കിൽ .5ലും 3ലുമാണ് എന്തുള്ളത്? പോൾസ് ഉള്ളത്. ഓക്കെ, പോൾസ് ഉള്ളത് അവിടെയൊക്കെയാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി? കോസാലിറ്റി കണ്ടീഷൻ is if ROC of H of Z is outside the outermost pole, then the system is causal.
ഇവിടെ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3. ദാറ്റ് ഈസ് ഫോർ given problem ROC of a causal system is mod z greater than 3. ഓക്കെ, അത് വരയ്ക്കുവാണെങ്കിൽ okay, this is ROC for causality condition. Okay, stability condition is എന്താണ്? If ROC of h of z contains the unit circle, then the system is stable. ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഒരു ഏതിൻ്റെ വേണം? എച്ച് ഓഫ് ഇസഡിൻ്റെ തന്നെ വേണം. ദാറ്റ് ഇസ് സിസ്റ്റം ഫംഗ്ഷൻ്റെ തന്നെ വേണം. ഓക്കെ, ഫോർ ദ ഗിവൺ ക്വസ്റ്റ്യൻ ദാറ്റ് കണ്ടീഷൻ ഈസ് മെറ്റ് ബൈ ഇഫ് ഇസഡ് ഈസ് ബിറ്റ്വീൻ 3 and 0.5. ഓക്കെ, ഇസഡ് 3ക്കും 0.5നും ഇടയ്ക്കാണെങ്കിലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നോക്കുവാണെങ്കിൽ ഇവിടെ 0.5 ഉണ്ട്. ഓക്കെ, ഇവിടെ 3 ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ വരച്ചത് നോക്കണ്ട. ഓക്കെ, ദിസ് ഈസ് 3 and 1.5. സോ ഇൻ ബിറ്റ്വീൻ പോർഷനിലായിരിക്കും എന്ത് സ്റ്റേബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കുക. ഞാനിപ്പോൾ റഫായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് ROC എങ്കിൽ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ വരുന്നത്? h of n വിൽ ബി ഈക്വൽ ടു 3 raised to n u of n plus 0.5 raised to n u of n. ഓക്കെ, ഇത് വരുന്നത് h of n is equal to -2, ഇതാണ് ലെഫ്റ്റ് സൈഡ്, 3 raised to n u of minus n minus 1 plus 0.5 raised to n u of n. ഇതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ആ ക്വസ്റ്റ്യനിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി കണ്ടീഷൻ അനുസരിച്ച് ഈ പ്രോബ്ലത്തിനകത്ത് ROC എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഇമ്പൾസ് റെസ്പോൺസിൻ്റെ വാല്യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇമ്പൾസ് റെസ്പോൺസ് വരുന്നത്. ഓക്കെ, now we can move to the 9th question. ഓക്കെ, 9A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു 3 point മൂവിങ് ആവറേജ് സിസ്റ്റം ഉണ്ട്. ആൻഡ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ y of n കാണാനാണ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ടുള്ള e⁻j⍵ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം വെച്ചിട്ട് y of n കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ളത് h of e⁻j⍵ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y of e⁻j⍵ divided by x of e⁻j⍵. That is equal to 1/4 1 plus cos omega into e⁻j⍵. Okay, that is y of e⁻j⍵ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ദാറ്റ് ഈസ് 1/4 1 plus cos omega e⁻j⍵
ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണല്ലോ. ഓക്കെ, ഇനി ഇതിനെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/4 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് കോസ് ഒമേഗ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെന്താണ്? നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് 1 പ്രോപ്പർട്ടിയാണ് എസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്. ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ 1/4 എക്സ് ഓഫ് എൻ മൈനസ് 1 ഒരെണ്ണത്തിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഇത് y1 ഓഫ് ജെ ഒമേഗ ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇനി y2 ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ y2 ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്. ഓക്കെ, ഇനി കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് സോറി, ഇവിടെ ഒരു 1/4 ഉണ്ട്. 1/4 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ഇനി അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പം that is equal to 1/8 e raised to j omega into e raised to minus j omega into x of e raised to j omega. Okay, plus e raised to minus j omega into e raised to minus j omega into x of e raised to j omega. Okay, ടേംസിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 1/8 ഇൻറ്റു ഇത് 0 ആയി പോകും. ജെ ഒമേഗ പ്ലസ് മൈനസ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 0 ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് 2 ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. Okay, taking inverse Fourier transform നമുക്ക് കിട്ടും y2 of n is equal to 1/8 x of n plus 1/8 x of n minus 2. Therefore, y of n is equal to y1 of n plus y2 of n 1/8 x of n plus 1/4 x of n minus 1. ഓക്കെ, ഞാൻ ആ ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. പ്ലസ് 1/8 x of n minus 2. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 9ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്. ഈ ഡിഫറൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമും അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിയാമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വന്നാൽ എക്സ് ഓഫ് എൻ മൈനസ് 1. ഇ റേസ് ടു മൈനസ് 2 ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വന്നാൽ എക്സ് ഓഫ് എൻ മൈനസ് 2. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. കൂടുതൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. ഇതൊരു ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല.
കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോം അത്രയും അറിഞ്ഞിരിക്കണം. ഓക്കെ, h of n is equal to 0.5 raised to n u of n. അപ്പോൾ ഈ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പം എന്തോ കിട്ടും? h of e raised to j omega is equal to 1/1 minus 0.5 e raised to minus j omega. ഓക്കെ, ഇത് അറിയാം. ഇനി എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 10 minus 5 sin pi by 2 n. ഓക്കെ, എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എടുക്കുമ്പം ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാം. 10 minus 5 by 2j e raised to minus j plus j pi by 2n minus e raised to minus j pi by 2n. Okay, that is equal to 10 minus 10ൻ്റെ അതായത് 1ൻ്റെ ഓക്കെ 1ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം 2π ഡെൽറ്റ ഒമേഗ. ഓക്കെ, അതാണ് 1ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം മൈനസ് 5/2j ഇൻറ്റു ഇ റേസ് ടു ജെ പൈ ബൈ 2n ഫോറിയർ ട്രാൻസ്ഫോമാണ്. ഇ റേസ് ടു ജെ ഒമേഗ 0n ഫോറിയർ ട്രാൻസ്ഫോമാണ് 2π ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ 0. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ഒമേഗ 0ൻ്റേത് അറിയാമെങ്കിൽ അങ്ങനെ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ 2π ഡെൽറ്റ ഒമേഗ മൈനസ് പൈ ബൈ 2 മൈനസ് 2π ഡെൽറ്റ ഒമേഗ പ്ലസ് പൈ ബൈ 2. ഓക്കെ, അങ്ങനെ എഴുതാം. 2πനെ നമുക്ക് വെളിയിലെടുക്കാം. അപ്പം 20π ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് 5π ബൈ ജെ ഡെൽറ്റ ഓഫ് ഒമേഗ മൈനസ് പൈ ബൈ 2 മൈനസ് ഡെൽറ്റ ഓഫ് ഒമേഗ പ്ലസ് പൈ ബൈ 2. ഓക്കെ, നൗ ഇവിടെ ഇപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗയും എച്ച് ഓഫ് ജെ ഒമേഗയും കിട്ടി. റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റമാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഓഫ് എൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്താണ്? വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, സോ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20π delta of omega by 1 minus 0.5 e raised to minus j omega minus 5π by j delta omega minus pi by 2 divided by 1 minus 0.5 e raised to minus j omega. Okay, plus 5π by j delta of omega plus pi by 2 divided by 1 minus 0.5 e raised to minus j omega. Okay, ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് എടുക്കാനാണെങ്കിൽ ഓരോ ടേമിൻ്റെയും ഇൻവേഴ്സ് വീതം എടുക്കുക. ഓക്കെ, ഓക്കെ 20π ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആയിരുന്നു. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 0.5 റേസ് ടു n u of n minus
5 pi by 2j into e raised to j pi by 2 n pi 1 minus 0.5 e raised to minus j pi by 2. Okay, plus 5 by 2j into e raised to minus j pi by 2 n by 1 minus 0.5 e raised to j pi by 2. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഡെൽറ്റ ഒമേഗ മൈനസ് പൈ ബൈ 2 1 മൈനസ് 0.5 ഇ റേസ് ടു ചെയ്യുന്ന ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ 0 ഇൻറ്റു എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് എൻ 0 ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ളതിന് എന്തോ കൊടുക്കണം? ഈ ടേം കൊടുക്കണം. സോ ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2. ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2. സോ ഇവിടെ രണ്ടിടത്തും അതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡെൽറ്റ ഒമേഗ മൈനസ് പൈ ബൈ 2ൻ്റെ ഇത് ഇ റേസ് ടു ജെ ഒമേഗ പൈ ബൈ 2 ബൈ 1. ഇതിൻ്റെത് പ്ലസ് പൈ ബൈ 2, ഇവിടെ മൈനസ് പൈ ബൈ 2. ഓക്കെ, ഇതെന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഷോം സീരീസ് ഇരിപ്പുണ്ടെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ കോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക. പക്ഷേ അവിടെ വന്നപ്പോൾ ടാൻ ഇൻവേഴ്സ് ഒക്കെ എടുത്ത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയേക്കാണ്. ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് വൈ ഓഫ് എൻ കണ്ടുപിടിച്ചേക്കുവാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് എഴുതി അപ്ലൈ ചെയ്തിരിക്കുന്ന പോലെ കാണിച്ചാൽ മതി. ഓക്കെ, സോ കൂടുതൽ ഇതിനെ ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്താണ് 1 മൈനസ് ജെ ബൈ 2 1 പ്ലസ് ജെ ബൈ 2. ഓക്കെ, ഇത് ചെയ്യുവാണെങ്കിൽ 1 മൈനസ് ജെ ബൈ 2 1 പ്ലസ് ജെ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടേമും കൂടി ഇട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. അത്രയൊന്നും പോകണ്ട. ഇങ്ങനെ ഇട്ടിട്ട് ആൻസർ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് this one. Find the z transform of these two equation. Okay, so x of n is equal to u of n plus 2 plus 2 by 3 raised to n u of n. Okay, and the second question is minus n 1 by 3 raised to n u of n. Okay, sorry, into അല്ല കൺവല്യൂഷൻ ആണ്, സോറി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ രണ്ടെണ്ണത്തിൻ്റെ കൺവല്യൂഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇസഡ് ട്രാൻസ്ഫോം എടുത്താൽ നമ്മൾക്കതിനെ മൾട്ടിപ്ലിക്കേഷൻ ആകാം. ഓക്കെ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സോ എക്സ് വൺ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് എൻ മൈനസ് 2. അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എക്സ് വൺ ഓഫ് ഇസഡ് കിട്ടും. ഓക്കെ, യു ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്താണ്? ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. ഓക്കെ, സോ ഇവിടെ യു ഓഫ് എൻ മൈനസ് 2ൻ്റെ ആണ്. ഓക്കെ, അപ്പം ഇസഡ് റേസ് ടു മൈനസ് 2 by z minus 1. ഓക്കെ, സോറി, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 1 by 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, സോ n മൈനസ് 2 വരുമ്പോൾ മൈനസ് 2 ടൈംസ് ഒരു ഇസഡ് റേസ് ടു മൈനസ് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻറ്റു 1 by 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു z inverse by z minus 1. Okay,
ഇങ്ങനെ കിട്ടും. x2 of n എന്ന് പറയുന്നത് 2/3 raised to n u of n ആണ്. ഓക്കെ, therefore x of n എന്താ, x2 of z എന്തായിരിക്കും? a raised to n u of n is equal to z by z minus 2/3. ഓക്കെ, for mod z ഒക്കെ ഉണ്ട്. for mod z greater than 2/3 n minus 2 വരുമ്പോൾ mod z greater than 1. ഓക്കെ, 2/3 and 1 എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് 1 ആണ്. therefore x of n is equal to എന്താണ്? z inverse by z minus 1 into z by z minus 2/3. that is equal to 1 by z minus 1 into z minus 2/3 എന്ന് കിട്ടും. mod z greater than 1 എന്ന് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ z ട്രാൻസ്ഫോം, സോറി x of z. ഓക്കെ, ഇതാണ് ROC എന്ന് പറയുന്നത്. ഇതാണ്, വേണമെങ്കിൽ ROC വരച്ചും കാണിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, x of n is equal to minus n 1/3 raised to n u of minus n minus 1. ഓക്കെ, 1/3 minus 1/3 raised to n u of minus n minus 1 ഓക്കെ, ഇതിൻ്റെ z ട്രാൻസ്ഫോം 1/1 minus 1/3 z ഇൻവേഴ്സ് അല്ലെങ്കിൽ is equal to z by z minus 1/3 for mod z less than 1/3. that is left sided signal. ഓക്കെ, u of minus n minus 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഒരു n ആണുള്ളത്. that is n into minus 1/3 raised to n u of minus n minus 1 is equal to എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം n u of n will be minus z d by dz of x of z ആണ് by differentiation property. therefore the given question will be equal to minus z d by dz of 1/1 minus 1/3 z inverse. Okay, that is equal to minus z denominator square z inverse. Okay, square into minus 1. ഓക്കെ, മൈനസും മൈനസും പ്ലസ് ആവും, കാരണം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. സോ ഒരു മൈനസും മൈനസും പ്ലസ് ആവും, പിന്നെ ഒരു -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 z റേസ് ടു ഈ ഇസഡും ഈ z റേസ് ടു -2 കൂടെ z റേസ് ടു -1 ആവും. the whole square for mod z greater than 1/3, sorry less than 1/3. ROC എന്ന് പറയുന്നത് ഇതാണ് ആൻഡ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. ആക്ച്വലി ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഈ സിലബസിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതിട്ട ആളെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അരച്ച് കലക്കി കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുക്കാൻ കാരണം. ഓക്കെ, ഇതിനകത്ത് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും അറിയാമെങ്കിലേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. ഓക്കെ ഗൈസ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ലതായിട്ട് പരീക്ഷ എഴുതുക. എല്ലാം ഒന്ന് ഓർമ്മിച്ച്, ഇക്വേഷൻസ് എല്ലാം ഓർമ്മിച്ചിട്ട് വേണം കയറാൻ. ഓക്കെ, എന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.